മേനി നടിക്കാൻ, എന്താണ് കാട്ടിക്കൂട്ടേണ്ടത് എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു കല്യാണം നടന്നു. ആ കല്യാണ പന്തലിന്റെ മാത്രം ചെലവ് 1 കോടി രൂപയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കല്യാണ പന്തലിൽ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകമായ പാർക്ക്, കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനം, ആ കല്യാണ പന്തലിൽ അഫ്സലിനെ പോലുള്ള പ്രമുഖരായ ഗായകന്മാരുടെ ഗാനമേള, ആ കല്യാണ പന്തലിൽ സ്ത്രീകൾക്ക് മാത്രമായി സ്ത്രീകളെ മാത്രം അണിയിച്ചൊരുക്കിയ ഇന്റർനാഷണൽ ഒപ്പന സംഘങ്ങൾ. അല്ലാഹു എന്ത് ചെയ്തുവെന്നറിയുമോ? ആ കല്യാണം നടക്കേണ്ട രാത്രിയിൽ, ഈ കല്യാണം നടക്കുന്നത് ഏത് കുട്ടിയുടേതാണോ ആ കുട്ടിയുടെ പിതാവിന്റെ എളാമയെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പാട്ടുകാരെ മടക്കിയേക്കേണ്ടി വന്നു. ഈ കൂട്ടിയ ആഘോഷത്തിന് വേണ്ടി കൂട്ടിയ പൊലിമകൾക്കൊക്കെ മങ്ങലേറ്റു. നിങ്ങൾ ആലോചിക്കണം, മനുഷ്യൻ ചിലത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാതെ മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ അള്ളാഹു അപ്പോൾ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാണിത്. എന്തുകൊണ്ടാ സ്ത്രീയെ അള്ളാഹുവിനെ തലേന്ന് മരിപ്പിച്ചുകൂടാ? അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് മരിപ്പിച്ചുകൂടാ? ഈ കല്യാണത്തിന്റെ രാത്രിയിൽ, മൈലാഞ്ചി കല്യാണത്തിന്റെ രാത്രിയിൽ ആ സ്ത്രീയെ, എളാമ്മ എന്ന് പറയുന്ന സ്ത്രീയെ അള്ളാഹു മരിപ്പിക്കുകയാണ്. എന്നിട്ടും പാഠം പഠിച്ചില്ല എന്നാ പറഞ്ഞു. പിറ്റേന്ന് ദോഷമൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്നൊരു മയ്യത്ത് പുറത്തിറങ്ങിയിട്ടും മനുഷ്യൻ പഠിച്ചില്ല എന്നാ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എന്തിനാണ് 1 കോടിയുടെ കല്യാണ പന്തൽ? എന്തിനാണ് കല്യാണത്തോടനുബന്ധിച്ചു ഗാനമേളകൾ? കല്യാണം എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണമനുസരിച്ച് ഒരു വിശുദ്ധമായ കരാറാണത്. മിസാഖൻ വലിയ്യ്, ബലിഷ്ഠമായ ഒരു കരാർ. ആ കരാറിലൂടെ അന്യരായിരുന്ന ഇന്നലെ വരെ, ഈ നിമിഷം വരെ അന്യരായിരുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഏറ്റവും അടുത്ത ബന്ധുക്കളായി മാറുകയാണ്. ജീവിതത്തിൽ മറ്റാർക്കും കാണാനാവാത്ത ശരീരത്തിന്റെ അംശങ്ങൾ വരെ പരസ്പരം കാണാൻ അനുവദിക്കപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് ഈ 2 അന്യന്മാർ എത്തിച്ചേരുന്ന അതിവിശുദ്ധമായ ഒരു കർമ്മത്തിന്റെ പേരാണ് നിക്കാഹെങ്കിൽ, ആ നിക്കാഹ് കർമ്മം നടക്കുന്നിടത്ത് ഒരുപാട് ഹറാമുകളുടെ മേളമല്ല നടക്കേണ്ടത്, ഒരുപാട് ഹറാമുകളല്ല കാട്ടിക്കൂട്ടേണ്ടത്. ആ നിക്കാഹിൽ നിന്നാണ് ഒരു പുതിയ തലമുറ ഉണ്ടാകേണ്ടത്. ഈ ദാമ്പത്യ ബന്ധത്തിൽ നിന്നാണ് പുതിയ സന്താന പരമ്പരകൾ പിറക്കേണ്ടത്. ആ സന്താന പരമ്പരകളിൽ നിന്നാണ് ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുമ്പോ 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നടത്തിയ പ്രാർത്ഥനയുണ്ട്. എന്താണ്? എന്റെ തലമുറയിൽ നിന്ന് എന്റെ സന്ദേശത്തെ പൂർത്തീകരിക്കുന്ന ഒരു പ്രവാചകൻ വേണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യനും വസിക്കാത്ത മരുക്കാട്ടിൽ, ആ മരുക്കാട്ടിലേക്ക് ഹാജറയെയും ഇസ്മായിലിനെയും നിയോഗിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇബ്രാഹിമിനോട് കൽപ്പിക്കുകയാണ്, അവിടെ കൊണ്ടുപോയി വിട്ടേക്കുക, ഹാജറയെ വിട്ടേക്കുക, ഇസ്മായിലിനെ വിട്ടേക്കുക. മനുഷ്യരില്ലവിടെ, ജീവജാലങ്ങളില്ലവിടെ, മരുപ്പച്ചയില്ലവിടെ, ഒരു തുള്ളി വെള്ളമില്ലവിടെ. അവിടേക്ക് കടന്നു വരുന്നു ഇസ്മായിലും, അവിടേക്ക് കടന്നു വരുന്നു ഹാജറും ഇസ്മായിലും. ഇബ്രാഹിം നബി അവരെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ആ മണ്ണ്, അവിടെ ഈ കുഞ്ഞ് ദാഹജലത്തിന് വേണ്ടി കൈകാലിട്ടടിക്കുന്നു. ആ കൈകാലിട്ടടിച്ച് ഈ പ്രവാചകനാകേണ്ട കുഞ്ഞിന്റെ കാലിന്റെ അടി കൊണ്ട്, വേദന കൊണ്ട് പുളഞ്ഞു പോയ ഭൂമിയൊന്ന് കണ്ണുനീര് വാർത്തപ്പോ, ആ കണ്ണുനീരൊരു സംസമായി പ്രവഹിച്ചപ്പോ, ആ സംസ പ്രവാഹത്തിലൂടെ അവിടെ മരുപ്പച്ച സൃഷ്ടിക്കപ്പെട്ടപ്പോ, ആ മരുപ്പച്ചയിലേക്ക് ജീവജാലങ്ങൾ അടുത്തു വന്നപ്പോ, ആ ജീവജാലങ്ങളെ അനുധാവനം ചെയ്ത് ലോകത്തിന്റെ അട്ടദിക്കുകളിൽ നിന്ന് അവിടേക്ക് മനുഷ്യ സമൂഹം എത്തിച്ചേർന്നപ്പോ, വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സങ്കലനത്തിലൂടെ രൂപപ്പെട്ട ഒരു സംസ്കൃതിയിൽ ജനിച്ചു വീഴുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനിയാണ് അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ ഒരു കർമ്മം, സൃഷ്ടികർമ്മത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു പരിശുദ്ധമായ കർമ്മം, ആ പരിശുദ്ധമായ കർമ്മത്തെ നമ്മൾ ഹറാമിന്റെ സങ്കരണമാക്കി മാറ്റിയാൽ പിന്നെങ്ങനെയാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദീനിയായ തലമുറയെ ലഭിക്കുക? എങ്ങനെയാണ് ഒരു ദീനിയായ സന്തതി പരമ്പരയെ ലഭിക്കുക? ഒരു ദീനിയായ സംസ്കൃതി സൃഷ്ടിക്കപ്പെടുക? അതിന്റെ മൂലക്കല്ലായിട്ടുള്ള വിവാഹ ദിവസം തന്നെ നിഷിദ്ധങ്ങളുടെ, ഹറാമുകളുടെ പരമ്പരകൾ തീർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു.
പറയും എന്റെ പണമല്ലേ, എന്റെ പണമല്ലേ, ആര് ചോദിക്കാം? ഞാൻ ഗാനമേള നടത്തും, ഞാൻ ഒപ്പന പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും, ഞാൻ മണവാളനെ കൊണ്ടുപോകുമ്പോ മോട്ടോർ ബൈക്കിന്റെ സൈലൻസറിന്റെ മഫ്ളർ ഊരും, മോട്ടോർ ബൈക്കിൽ 3 പേരെ ഇരുത്തും, ചില ആളുകൾ നിൽക്കും, ഞങ്ങൾ സ്പ്രേ അടിക്കും, ഞങ്ങൾ അറയിൽ കയറും, അറയടിച്ച് പൊളിക്കും, ഞങ്ങൾ മണവാട്ടിയെ കൊണ്ട് മണിയറ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, ഞങ്ങൾ മണവാട്ടിയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കും. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ആരുമില്ല ചോദിക്കാൻ. ഒരു ജമാഅത്തിനും നിങ്ങളോട് ചോദിക്കാനാവില്ല, ഒരു ജമാഅത്തിനും നിങ്ങളെ നിയന്ത്രിക്കാനാവില്ല, ഒരു സംയുക്ത ജമാഅത്തിനും നിങ്ങളെ തടയാനാവില്ല. പക്ഷെ തടയാൻ സാധിക്കുന്ന ഒരാളുണ്ട്, തടയാൻ സാധിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവാണ് എന്ന് നിങ്ങൾ അറിയണം. ആ ശക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ തടയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തടയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ ആർക്കും ആ നിയന്ത്രണത്തിന്റെ അതിരുകളെ ഭേദിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി ഈ ഭൂമിയിൽ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മേരി ബനീച്ച പാടിയല്ലേ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മറന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എങ്ങനെ നമുക്കുമില്ല എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വെടിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണ് അതാകിലെ കരത്തിലുള്ളതെല്ലാം നാം അതിർത്തിയിൽ ത്യജിക്കണം. എല്ലാം അതിർത്തിയിൽ ത്യജിച്ചു പോകേണ്ട ഒരു യാത്ര. അത് സീസർക്കാണായാലും ശരി, അത് ഹോമറിനായാലും ശരി, അത് സോളമൻ ചക്രവർത്തിക്കായാലും ശരി, അത് ഒബാമക്കായാലും ശരി, അത് മൻമോഹൻ സിംഗിനായാലും ശരി, അത് എനിക്കായാലും ശരി, അത് നിങ്ങൾക്കായാലും ശരി, നമ്മൾ ഏതേതു മേഖലകളിൽ എന്തെന്തോ വൈദഗ്ധ്യം നേടിയവരായാലും ശരി, നമ്മൾ അല്ലാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളാൽ ഉന്നതന്മാരാണ് എന്ന് ധരിക്കുന്നവരായാലും ശരി, അവർക്കൊക്കെ പടച്ചവൻ നിശ്ചയിച്ചു വെച്ചൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കപ്പുറത്തേക്ക്, ആ അതിർത്തിയെ ഭേദിക്കാൻ അവർക്കാർക്കും ആവില്ല എന്നൊരു ബോധം എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക? അന്ന് മാത്രമേ നമുക്ക് അനുസരണയുടെ ഇബാദുർ റഹ്മാന്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അങ്ങനെ ഇബാദുർ റഹ്മാൻ ആയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സമൂഹം, ഒരു ജനത, ഒരു തലമുറ അവരെ അംഗീകരിച്ച് ആദരിച്ച് അവരുടെ മുമ്പിൽ വന്നു ചേരുന്നത്. അങ്ങനെ ഇബാദുർ റഹ്മാനായി ഈ ഭൂമിയിൽ ജീവിച്ചവരെ തേടിയിട്ടാണ്, അവരുടെ നന്മകളെ തേടിയിട്ടാണ്. ആ നന്മകളിൽ നിന്ന് എന്തെങ്കിലും കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ സാധിക്കുമോ എന്നാലോചിച്ചിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ആത്മചിന്തനത്തിന്, ഒരു ആത്മവിചിന്തനത്തിന്, ഒരു പുനഃപരിശോധനക്ക് നമ്മുടെ ജീവിതത്തെ വിധേയമാക്കണം. കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ. നിങ്ങൾ അറിയണം, ഈ അനുഗ്രഹങ്ങളൊക്കെ എല്ലാ കാലത്തും നിന്നുകൊള്ളണമെന്നില്ല. അബൂദാബിയിൽ ഗ്രോസറി നടത്തുന്നവരാണ് കാഞ്ഞങ്ങാട്ടുകാർ മഹാഭൂരിപക്ഷവും. അബൂദാബിയിൽ മുട്ടന്തലയിലായാലും മാണിക്കോത്തായാലും അതിഞ്ഞാലിലായാലും ചിത്താരിയിലായാലും അബൂദാബിയിലും ഷാർജയിലും ദുബൈയിലും ഒക്കെ ഗ്രോസറി നടത്തുന്നവരെ കൂടുതലും. എന്താണ് അബൂദാബിയിൽ സംഭവിച്ചത്? ഗ്രോസറി ഈ ഡിസംബർ മാസം 31 കഴിഞ്ഞ് ജനുവരി 1 പിറക്കുമെങ്കിൽ, ഗ്രോസറി നടത്തണമെങ്കിൽ 35 സ്ക്വയർ മീറ്റർ വ്യാപ്തിയുള്ള മുറി വേണം. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 35 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വേണം. എന്നിട്ട് അവിടെ വിൽക്കുന്ന വസ്തുക്കൾക്ക് ഗവൺമെന്റ് വില നിശ്ചയിക്കും. ആ വിലക്ക് വിറ്റുകൊള്ളണം എന്ന് പറഞ്ഞ അർത്ഥം, ഇന്നലെ വരെ കച്ചവടം നടത്തിയതുപോലെ എല്ലാവർക്കും കച്ചവടം നടത്താൻ കഴിയില്ല. ഇന്നലെ വരെ ലാഭം കൊയ്തതുപോലെ എല്ലാവർക്കും ലാഭം കൊയ്യാൻ കഴിയില്ല. പടച്ചവന്റെ അനുഗ്രഹമായി നമ്മളിലേക്ക് വന്നു ചേർന്നിരുന്ന പെട്രോ ഡോളറുകൾക്ക് അതിന് കുറിക്കപ്പെടാൻ പോകുന്നു അബൂദാബിയിൽ എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ അത് അബൂദാബിയിൽ നിൽക്കണമെന്നില്ല. നാളെ അത് ഷാർജയിലേക്ക്, മറ്റന്നാൾ ദുബായിലേക്ക്, അത് കഴിഞ്ഞ് കുവൈറ്റിലേക്ക്, അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് എത്തിച്ചേർന്നാൽ തീരും. മകൻ മാർക്കറ്റിൽ ഇറങ്ങി ഏറ്റവും മോഡേൺ മൊബൈൽ ഫോൺ വേണമെന്ന് ബാപ്പയോട് വിളിച്ചു പറയുമ്പോ ആ മൊബൈൽ ഫോൺ അയച്ചു കൊടുത്ത ബാപ്പയുടെ ആ ഇന്നലെയുടെ ഉദാരത അവസാനിക്കും. മകൻ മാർക്കറ്റിൽ കാറിനേക്കാൾ വിലയുള്ള ബൈക്ക് ഇറങ്ങുമ്പോ ആ ബൈക്ക് വേണം എനിക്കൊന്ന് ഷടിക്കുമ്പോ മകന് ബൈക്കിന് വേണ്ടി ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്ത പിതാവിന്റെ ഉദാരത അവസാനിക്കും. ഒരുപക്ഷെ അല്ലാഹു അത്തരത്തിലുള്ള പരീക്ഷണമായിരിക്കാം നമുക്ക് നേരെ നീട്ടുന്നതെങ്കിൽ ആ പരീക്ഷണത്തെ ആർക്ക് നേരിടാൻ സാധിക്കും? ആ പരീക്ഷണത്തെ ആൾക്ക് അതിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രോതാക്കളിൽ ദേഷ്യം ഉണ്ടാക്കുന്നവയാണ് എന്നും എനിക്കറിയാം. അതിന്റെ ഫലമായി അത്രയേറെ ആളുകളുടെ ശാപവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കുക സാധ്യമല്ല. നാളെ അല്ലാഹു ചോദിക്കും, നിനക്ക് നാവ് തന്നു, നിനക്ക് വേദിയും തന്നു,
നീ അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അതാതു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ എന്റെ സമാജത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് എന്റെ നെഞ്ഞത്ത് കൈവച്ച് പറയാൻ സാധിക്കണമെങ്കിൽ ഞാനിത് പറഞ്ഞേ തീരൂ. ആ പറയാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തേ തീരൂ. അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന മുൾക്കിരീടങ്ങൾ ഞാൻ ചൂടിയേ തീരൂ. അത് ഞാൻ സന്നദ്ധനാണ് എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൽചിന്തയും